ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രമേയം US ഹൗസ് പാസാക്കിയതോടെ ട്രംപിന് തിരിച്ചടി. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 4 അംഗങ്ങൾ ഡെമോക്രാറ്റുകളിൽ ചേർന്നുകൊണ്ട് അംഗീകരിച്ച പ്രമേയം പ്രാധാന്യമുള്ളതായിരുന്നു. കാരണം സെനറ്റ് അംഗീകാരം നേടിയാൽ US പ്രസിഡന്റിന് ഈ നടപടി വീറ്റോ ചെയ്യാൻ കഴിയും. ഇറാൻ യുദ്ധത്തിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കാൻ ഉത്തരവിട്ടുകൊണ്ട് US പ്രതിനിധി സഭ ബുധനാഴ്ച ഒരു പ്രമേയം പാസാക്കി. പ്രധാനമായ ഈ രാഷ്ട്രീയ നീക്കം പ്രസിഡന്റിന് പ്രഹരം നൽകുകയാണ്. ട്രംപിന്റെ ഭൂരിപക്ഷ റിപ്പബ്ലിക്കന്മാരിൽ 4 അംഗങ്ങളും ഡെമോക്രാറ്റുകളുമായി ചേർന്ന് ഈ തീരുമാനത്തെ പിന്തുണച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിൽ പാസായ ഈ പ്രമേയം സെനറ്റിലേക്ക് പോയി. എന്നാൽ പ്രസിഡന്റിന്റെ വീറ്റോയെ നേരിടേണ്ടി വരും. അമേരിക്കൻ ജനതയ്ക്കു വേണ്ടി ഡൊണാൾഡ് ട്രംപിന് ഇത് വ്യക്തമായ ഒരു സന്ദേശമാണ്. ഇറാനിൽ അദ്ദേഹത്തിന്റെ അങ്ങേയറ്റം ജനപ്രീതിയില്ലാത്ത നിയമവിരുദ്ധവുമായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമയമാണിത്, വിദേശകാര്യ കമ്മിറ്റി പറഞ്ഞു. 3 മാസം മുമ്പ് യുദ്ധം ആരംഭിച്ചതിന് ശേഷവും ടെഹ്റാനെതിരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ ട്രംപിനെ നിർബന്ധിക്കുന്ന ഒരു നടപടി റിപ്പബ്ലിക്കൻ നിയന്ത്രണത്തിലുള്ള പ്രതിനിധി സഭ അംഗീകരിച്ചത് ഇതാദ്യമായാണ്. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും തീരുമാനങ്ങളിൽ കോൺഗ്രസിന്റെ ഭരണഘടനാപരമായ പങ്ക് വീണ്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലെ ഒരു വഴിത്തിരിവായാണ് ഡെമോക്രാറ്റുകൾ വോട്ടെടുപ്പിനെ കാണുന്നത്. മെയ് അവസാനം സെനറ്റിൽ സമാനമായ ഒരു പ്രമേയം പാസാക്കിയിരുന്നു. റിപ്പബ്ലിക്കന്മാരുടെ നിയന്ത്രണത്തിലുള്ള ഉപരിസഭയും ഇത് അംഗീകരിച്ചേക്കാം. ഇരുപക്ഷത്തിന്റെയും സൈന്യങ്ങൾ തമ്മിൽ തുടർച്ചയായ വെടിവയ്പ്പുകൾ നടക്കുന്നു. സമാധാന ചർച്ചകളിൽ പുരോഗതിയുടെ സൂചനകൾ ഒന്നുമില്ലെങ്കിലും ഇറാനെതിരായ യുദ്ധം ഇതിനകം അവസാനിച്ചുവെന്ന് ട്രംപ് ഭരണകൂടം തറപ്പിച്ചു പറയുകയാണ്. എന്നാൽ പശ്ചിമേഷ്യ ഇപ്പോഴും സംഘർഷഭരിതമാണ്. ഗൾഫ് മേഖലയിലാകെ ഇപ്പോഴും ഭീതിയുണ്ട്. ഇതാണ് വിരോധാഭാസം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.